നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ച് നിരവധി കുരുന്നുകൾ. വിജയദശമിയോടനുബന്ധിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊടകര മണ്ഡലം പഥസഞ്ചലനവും പൊതുയോഗവും നടത്തി. മഹാത്മാഗാന്ധിയുടെ 154-ാം ജയന്തി ദിനാഘോഷം മട്ടത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. കൊടകര ആഴകം യുവജന സംഘം വായനശാല വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. KSKTUവിന്റെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി. വാർത്തകൾ വിശദമായി. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ച് ആയിരങ്ങൾ. ജില്ലയിലെ ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. രാവിലെ മുതൽ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരങ്ങളാണ് ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ എത്തിയത്. തിരുവുള്ളക്കാവ്, പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ആദ്യാക്ഷരം കുറിക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്രങ്ങൾക്ക് പുറമെ തൃശ്ശൂർ ബ്രഹ്മസ്വ മഠം ഉൾപ്പെടെ വിവിധ ആശ്രമങ്ങളിലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിദ്യാരംഭത്തിന് പുലർച്ചെ തുടക്കമായി. പുലർച്ചെ 4 മുതൽ ക്ഷേത്ര സരസ്വതി മണ്ഡപത്തിൽ എഴുത്തിനിരുത്തൽ ആരംഭിച്ചു. വൈകിട്ട് 6 വരെയും തുടർന്നു. തിരുവുള്ളക്കാവ് വാര്യത്തെ TV ശ്രീധരൻ വാര്യരുടെ നേതൃത്വത്തിൽ 60ഓളം ആചാര്യന്മാരാണ് വിദ്യാരംഭത്തിന് നേതൃത്വം നൽകുന്നത്. രാവിലെ 7 മുതൽ കൈകൊട്ടിക്കളി, വൈകിട്ട് 6:30 പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ തായമ്പക, പെരുമ്പിള്ളിശ്ശേരി സെൻറ്റർ കാവടി സമാജം, യുവജന സംഘം, മര്യാദമൂല ശ്രീ ധർമ്മശാസ്ത്ര കാവടി സംഘം, പുച്ചിന്നിപ്പാടം ശ്രീ ബാലരാമ കാവടി സമാജം, ചെവ്വൂർ സൗഹൃദ കാവടി സമാജങ്ങളുടെ കാവടിയാട്ടം എന്നിവയും ഉണ്ടായി. വിദ്യാരംഭ ദിനത്തിൽ അറിവിൻ്റെ ലോകത്തേക്ക് പിച്ചവെച്ച നിരവധി കുരുന്നുകൾ. വിവിധ ക്ഷേത്രങ്ങളിലും വീടുകളിലും മറ്റ് പൊതു ഇടങ്ങളിലും വിദ്യാരംഭം നടന്നു. കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ സരസ്വതി ദേവിയുടെ നടയിൽ നിരവധി കുരുന്നുകൾ അറിവിൻ്റെ ആദ്യാക്ഷരം നുകർന്നു. A. ശങ്കരനാരായണനായിരുന്നു ആചാര്യൻ. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ അറിവിൻ്റെ ആദ്യാക്ഷരം നുകരാൻ നിരവധി കുരുന്നുകളെത്തി. രാവിലെ 8 മണി മുതലാണ് എഴുത്തിനിരുത്തൽ ആരംഭിച്ചത്. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രത്തിലെ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ A. രാധാകൃഷ്ണനായിരുന്നു ആചാര്യൻ. വിജയദശമിയോടനുബന്ധിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊടകര മണ്ഡലം പഥസഞ്ചലനവും പൊതുയോഗവും നടത്തി. അഴകം ദേവി ക്ഷേത്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച പഥസഞ്ചലനം കണ്ടംകുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് ധ്വജാരോഹണം, ശാരീരിക പ്രദർശനം, അമൃതവചനം എന്നിവയുണ്ടായി. കൊടകര മണ്ഡൽ കാര്യവാഹ് വിഷ്ണു വിജയൻ സ്വാഗതം പറഞ്ഞു. ഖണ്ഡ സംഘചാലക് NP ശിവൻ അധ്യക്ഷത വഹിച്ചു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് PV അജു മുഖ്യാതിഥിയായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരള പ്രാന്ത പ്രചാർ പ്രമുഖ് T. സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ധർമ്മത്തിന്റെ വിജയം നാട്ടിയ ദിവസമാണ് വിജയദശമി. അതിന്റെ പൗരാണിക കഥകളൊക്കെ നിങ്ങൾക്കറിയാം. ദേവന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദീർഘമായ തപസ്സിലൂടെ ശക്തി ആർജിച്ച് തന്നെ ആരാലും വധിക്കാൻ പാടില്ല എന്നൊരു വരം ചോദിച്ചപ്പോൾ
ബ്രഹ്മാവിൽ നിന്നും വരം ചോദിച്ചപ്പോൾ അങ്ങനെയൊരു വരം നൽകാൻ സാധിക്കില്ല. കാരണം ആരാലും എന്തായാലും മരണം സുനിശ്ചിതമാണ് ജനിച്ചതുകൊണ്ട്. സംഘം അപ്പം ഞാൻ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും പുസ്തകങ്ങളും വായിക്കടയിൽ അപ്പം അതൊന്ന് ഞാൻ മനസ്സിലാക്കി ഞാനും ഈ ഒരു വേദിയിലിരിക്കാൻ എന്തുകൊണ്ട് യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ജോലി എന്ന് പറയുന്നതും ശരിക്കും ഒരു രാഷ്ട്ര സ്വയം സേവാ സംഘത്തിന്റെ ഭാഗം തന്നെയാണ്. ഞാനും ഭാരതത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പ് ഉറപ്പിക്കാനും അതിനെ പടുത്തുയർത്താനും ഒരു ഭാഗമാക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. ദാറ്റ് മീൻസ് മഹാത്മാഗാന്ധിയുടെ 154ാമത് ജയന്തി ദിനാഘോഷം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. കോടാലി ആൽത്തറയിൽ നടത്തിയ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം AM ബിജു ഉദ്ഘാടനം ചെയ്തു. ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, ലിനോ മൈക്കിൾ, തങ്കമണി മോഹനൻ, അഡ്വക്കേറ്റ് ഷിനോജ് കോടാലി എന്നിവർ സംസാരിച്ചു. ഭഗവത് സിംഗ്, PC വേലായുധൻ, ജോണി കൊട്ടേക്കാട്ടുകാരൻ, ബേബി കണ്ണമ്പടത്തി, ഫ്രാൻസിസ് ആരോദ, നന്ദകുമാർ കോരപ്പത്ത്, അർജുനൻ വടേക്കാട്ടിൽ, നൂർജഹാൻ, നിസാർ കറപ്പം വീട്ടിൽ, ഇക്ബാൽ, ഏലിയാസ് എന്നിവർ നേതൃത്വം നൽകി. കൊടകര അഴകം യുവജന സംഘം വായനശാല വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. അഴകം പാട്ടത്തിൽ മോഹനചന്ദ്രൻ്റെ വീട്ടുമുറ്റത്ത് നടത്തിയ താലൂക്ക് തല സദസ്സിന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് CD പോൾസൺ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. MK ജോർജ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ, സംഘാടക സമിതി ചെയർമാൻ TV ഗോപി എന്നിവർ സംസാരിച്ചു. വായനശാലകളുടെ പ്രവർത്തനം സർഗാത്മകമാക്കുക, കൂടുതൽ ചലനാത്മകവും കാലോചിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ വായനശാല വായനക്കാരെ തേടി ഗൃഹാംഗങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ നവംബർ 1 കേരളപ്പിറവി വരെയുള്ള കാലയളവിൽ വായനശാലകളിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിക്കും. കേരളത്തിൽ ഏതാണ്ട് 14 ജില്ലകളിലായി 10,000-ഓളം വരുന്ന വായനശാലകൾ. തൃശ്ശൂർ ജില്ലയിൽ മാത്രം ജില്ലയിലെ 7 താലൂക്കുകളിലായി 500 വായനശാലകളാണ്. വായനശാലയുടെ ജോലി വായനശാലയിൽ വായനയ്ക്ക് വേണ്ടി പുസ്തകം അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് പുസ്തകം കൊടുക്കുക, അത് തിരിച്ചു വാങ്ങുക. ഇതാണ് മുഖ്യമായും വായനശാലകൾ കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി. ഇപ്പം നമ്മുടെ കേരളത്തിലെ വായനശാലകളുടെ പ്രവർത്തനം നമുക്കറിയാം. നമ്മുടെ ഈ ഇന്ത്യക്കകത്തും ദക്ഷിണേന്ത്യയിലും ഒക്കെ ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ അസ്തമിക്കുന്ന സ്ഥിതി നമുക്ക് കാണാൻ കഴിയും. അതിനൊരു പിന്തുടർച്ച നഷ്ടപ്പെട്ടു പോയി. അതാണ് വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കേരളത്തിൽ രൂപപ്പെട്ട ഈ നവോത്ഥാന ചിന്തകൾക്ക്, പ്രവർത്തനങ്ങൾക്ക്, ഈ പ്രസ്ഥാനത്തിന് അതിശക്തമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് കാരണമായി കേരളത്തിൽ ദേശീയ പ്രസ്ഥാനവും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ അതിശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിക്കാണാൻ കഴിയാം. KSKTUവിൻ്റെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി. കലറ്റുങ്കര കുടുംബശ്രീ ഹാളിൽ നടത്തിയ സംഗമം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. ഉത്തമൻ MK അധ്യക്ഷത വഹിച്ചു. സ്മിജേഷ് തങ്കപ്പൻ, രതി സുരേഷ്, AR ഡേവിസ്, KB സുനിൽകുമാർ, KM മുജീബ്, PM വിജയൻ, TV ഷാജു എന്നിവർ സംസാരിച്ചു. വില്ലടം കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിലെ സംരംഭകരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആശ്രയയുടെ നേതൃത്വത്തിൽ വില്ലടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സ്വച്ഛതോത്സവം സംഘടിപ്പിച്ചു. സേവനവാരത്തിൽ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ശുചിത്വം തന്നെ സേവനം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഒരു ദിവസം 1 മണിക്കൂർ ഒരുമിച്ച് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചത്. RCT ഡയറക്ടർ G കൃഷ്ണമോഹൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രധാനാധ്യാപിക ഷൈന, PTA പ്രസിഡന്റ് ബബിമോൾ, MPTA പ്രസിഡന്റ് രാജശ്രീ ഗോപൻ, ആശ്രയ പ്രസിഡന്റ് ബിജു കാളിയങ്കര, സെക്രട്ടറി മധു, ട്രഷറർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി. ആശ്രയയുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ വില്ലടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വളരെ മനോഹരമായി നമുക്ക് നടത്താൻ കഴിഞ്ഞു. ആശ്രയയുടെ സേവന പ്രവർത്തനങ്ങളുടെ തുടക്കവും
സംരംഭകരുടെ മികച്ച അടുത്തടുത്ത പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോവുകയാണ്. അസ്രയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ള അസ്ര മെമ്പേഴ്സും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ഇവിടുത്തെ വില്ലടം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക ഷൈന മാഡം. ഒക്ടോബർ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഒക്ടോബർ 2 നടന്ന ശുചീകരണ യജ്ഞത്തിൽ വില്ലടം ഗ്രാമീണ സ്വയം തൊഴിൽ കേന്ദ്രമായ കനറ ബാങ്കിൻ്റെ RCT ഡയറക്ടർ ശ്രീ G. കൃഷ്ണമോഹൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ RCTയുടെ സ്വയം തൊഴിൽ കേന്ദ്രത്തിലെ മികച്ച സംരംഭകരുടെ കൂട്ടായ്മയായ അസ്രയുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ എല്ലാവരും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,875 രൂപ, പവന് 87,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ച് നിരവധി കുരുന്നുകൾ. വിജയദശമിയോടനുബന്ധിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊടകര മണ്ഡലം പഥസഞ്ചലനവും പൊതുയോഗവും നടത്തി. മഹാത്മാഗാന്ധിയുടെ 154-ാം ജയന്തി ദിനാഘോഷം മട്ടത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. കൊടകര അഴകം യുവജന സംഘം വായനശാല വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. KSKTUവിന്റെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.